ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത് അറയെ പറ്റിയുള്ള ഒരു വീഡിയോയാണ്. അപ്പോൾ ലാസ്റ്റ് പാർട്ടാണ്. ഓക്കെ, അപ്പോൾ ഒരുപാട് പേർക്ക് ഒരുപാട് സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് തീർത്ത് കൊടുക്കാനായിട്ടാണ് ഞാനിന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുപാട് പേർക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഈ ഒരു ഏണിങ്സ് ആപ്പ് വളരെ പരിചിതമായിരിക്കും. ഓക്കെ, അപ്പോൾ കണ്ടിട്ട് അതിൻ്റെ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ നമ്മൾ കാര്യത്തിലോട്ട് കിടക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് തന്നെ ഒരാൾ കോൺടാക്ട് ചെയ്തിട്ട് പറഞ്ഞു അറയിൽ നല്ല ഓഫേഴ്സും കാര്യങ്ങളൊക്കെ നടക്കുവാണ്, അപ്പോൾ എനിക്ക് കുറച്ച് ക്യാഷ് തരാമോ, അതുപോലെ ആൾക്കാർ എനിക്ക് തരാമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് എന്നോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇവരൊന്നും മനസ്സിലാക്കാത്തൊരു കാര്യം എന്ന് പറയുന്നത് ഈ സംഭവം ഉടനെ തന്നെ പൂട്ടിപ്പോകും. ഓക്കെ, ഇപ്പോൾ കയറുന്ന ആരായിരുന്നാലും ഇപ്പോൾ എത്ര രൂപ കൊടുത്ത് കയറിയിരുന്നാലും അവർക്ക് നഷ്ടമല്ലാതെ വേറൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് VIP അതെടുക്കാം. ഓക്കെ, കണ്ടോ, ഇതാണ് V1 എന്ന്, അതായത് V ലെവലിലോട്ട് VIP ആയിട്ട് നിങ്ങൾ ക്യാഷിൽ കയറുന്ന ഒന്നാമത്തെ സംഭവം. ഇത് കണ്ടോ, അതായത് 2000 ആദ്യത്തെ VIP ഫസ്റ്റ് ലെവൽ എന്ന് പറയുന്നത്. 2000 ഇട്ട് കയറണം. ഓക്കെ, 2000 ഇട്ട് കയറിയാൽ നിങ്ങൾക്ക് ഒരു ദിവസം എത്ര കിട്ടും? 65 രൂപ കിട്ടുമെന്നാണ് അവർ പറയുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് V2 ആകുമ്പോൾ അത് 5400 ആവുന്നു. അടുത്ത് VIP 3 ആകുമ്പോൾ അത് 20,000, VIP 4 ആകുമ്പോൾ അത് 65,000 ആവുന്നു, 5 ആകുമ്പോൾ 1,50,000. അത് കഴിഞ്ഞിട്ട് 6 ആകുമ്പോൾ 3,85,000. ഇതൊക്കെ മേടിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ, കാരണം ഇതിൻ്റെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. 3,85,000 ഒക്കെ കൊടുത്ത് മേടിക്കുന്ന ആൾക്കാർ എന്തിൻ്റെ ഉറപ്പിലാണെന്ന് എനിക്കറിയില്ല. ചുമ്മാ കിടന്ന് ക്യാഷ് കളയുന്നത് കൊണ്ടായിരിക്കാം, അറിയില്ല. ഓക്കെ, അപ്പോൾ ഇവരെന്നോട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. കണ്ടോ, ഇപ്പോൾ 2000 ഒക്കെ കൊടുത്ത് കയറിയാൽ നമുക്ക് കിട്ടാൻ പോകുന്നതെന്ന് വെച്ചാൽ 65 രൂപ ഒരു ദിവസം കിട്ടും. ഓക്കെ, അപ്പോൾ 1 മന്ത് കൊണ്ട് നമുക്ക് ഏകദേശം 30 വർക്കിംഗ് ഡേയ്സ് കൊണ്ട് 1950 നമുക്ക് തിരികെ കിട്ടും. ഓക്കെ, അതുപോലെ V2ൻ്റെ കാര്യം, V3, V4, V5, V6. ഓക്കെ, 3,85,000 ഒക്കെ ഇട്ടാൽ നമുക്ക് നെക്സ്റ്റ് 30 വർക്കിംഗ് ഡേയ്സ് കൊണ്ട് 4,44,000 രൂപ നമുക്ക് തിരികെ കിട്ടും. ഓക്കെ എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യത്തിലേക്ക് നമുക്ക് കടക്കാം. ഓക്കെ, എവിടെ സംഭവം? ഇതാണ് നമ്മുടെ ഏറ്റവും മെയിൻ സംഭവം. ഓക്കെ, ഓരോ ദിവസവും ഓരോ ഓഫേഴ്സും കാര്യങ്ങളും തരും. ഇന്ന് ഞായറാഴ്ചത്തെ ഓഫറാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് കണ്ടോ, ഇൻവിറ്റേഷൻ റിവാർഡിൻ്റെ കാര്യമാണ് അവർ പറയുന്നത്. ഓക്കെ, നിങ്ങൾ 2000 രൂപ കൊടുത്ത് കയറുന്ന ഒരാളെ കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഒരു ടേണബിൾ ഓഫ് ഗിഫ്റ്റാണ്. ഓക്കെ, എന്നതാണ് അവരുടെ ഓഫർ. അത് മാത്രമല്ല, ഇതിന് താഴെയുണ്ട്. ഓക്കെ, അതായത് നിങ്ങളൊരു A ലെവൽ, അതായത് നിങ്ങളിപ്പോൾ 2000 കൊടുത്ത ഒരാളെ കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് എക്സ്ട്രാ റിവാർഡായിട്ട് 500 രൂപ കിട്ടും. പിന്നെ ഒരു ടേണബിൾ ഓഫ് ലക്ക്, അതായത് നമുക്ക് സ്പിൻ ചെയ്ത് ക്യാഷ് കറക്കി നമുക്ക് ലക്ക് ഉണ്ടെങ്കിൽ എത്ര, ഏകദേശം 1.5 ലക്ഷം വരെ നമുക്ക് നേടാൻ പറ്റുമെന്നാണ് അവർ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം നോക്കി ഗിഫ്റ്റിൻ്റെ കാര്യം. ഗിഫ്റ്റ് V1 കൊണ്ടുവന്നാൽ നമുക്ക് ഗിഫ്റ്റ് കിട്ടും. പിന്നെ നമുക്ക് എക്സ്ട്രാ റിവാർഡ് 500 രൂപ കിട്ടും. പിന്നെ ഒരു ലക്കി വീല് കിട്ടും. ഓക്കെ, ലക്കി വീല് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ. ഇത് കൂടാതെ പിന്നെ ഒരു സാധനം കൂടെ കിട്ടും അവിടെ, എക്സ്ട്രാ ബെനഫിറ്റായിട്ട് 240 രൂപ, അതായത് റഫറൽ ലിങ്ക് എന്ന് പറയും. ഓക്കെ, നമുക്കപ്പോൾ ടേണബിൾ ഓഫ് ലക്ക് ജസ്റ്റ് നോക്കി നോക്കാം. അതിൽ ഏറ്റവും കുറഞ്ഞിട്ടുള്ളത് 259 രൂപയാണ്. ഏറ്റവും കുറഞ്ഞ, നമുക്ക് ഏറ്റവും കുറഞ്ഞത് മാത്രം നോക്കാം. ഏറ്റവും കുറഞ്ഞ എമൗണ്ട് 259 രൂപയാണ്. ഓക്കെ, അടുത്തത് നമുക്ക് ടേണബിൾ ഓഫ് ഗിഫ്റ്റ്. ഓക്കെ, അതിൽ ഇത്രയും സാധനങ്ങളുണ്ട്. അതിൽ ഏറ്റവും കുറഞ്ഞ 258 രൂപയാണ്. നമുക്ക് ഏറ്റവും കുറഞ്ഞത് വെച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഒരാളെ കൊണ്ടുവരുന്നു, V1 ഒരാളെ കൊണ്ടുവരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നതാണ്. ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞുതരാം. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. അതായത് ഒരു V1 ഒരാളെ കൊണ്ടുവന്നു, നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് V1. ഓക്കെ, V1 ഒരാളെ കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് ആദ്യം കിട്ടുന്ന 240 പ്ലസ് 500
ഇത് പറഞ്ഞില്ല എക്സ്ട്രാ 500 പ്ലസ് അത് കഴിഞ്ഞ് കിട്ടുന്നതെന്ന് വെച്ചാൽ ടേണബിൾ ഓഫ് ലക്ക് എന്നാണ് പറഞ്ഞത്. ഏറ്റവും കുറഞ്ഞത് 259 രൂപ. ഓക്കെ, 259 രൂപ. അത് കഴിഞ്ഞ് കിട്ടുന്ന ഗിഫ്റ്റാണ്. ഓക്കെ, ഗിഫ്റ്റിൽ ഏറ്റവും കുറഞ്ഞത് എത്രയാണ്? അതിൽ 300 സംതിങ് ആണ് കൊടുത്തിട്ടുള്ളത്. നമുക്കൊരു 300 ഇടാം. ഓക്കെ, ക്യാഷ് റിവാർഡ് 300 ഏറ്റവും കുറഞ്ഞത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് 300 ഇത്രയാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ 240 എന്ന് പറയുന്നത് നമുക്ക് റെഫറലായിട്ട് കൊണ്ടുവരുമ്പോൾ ഞാൻ V1 ആണ്, അത് 2000 എടുത്ത് വരുന്ന ഒരാളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. 2000 എടുത്ത് വരുന്ന ഒരാളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ 2000 എടുത്ത് വരുന്ന ഒരാൾ നിങ്ങൾ കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ് എത്ര? 500 പ്ലസ് 240 740, പിന്നെ 740, പിന്നെ ഇത് 60 കൂട്ടാം, 259ൻ്റെ 60 കൂട്ടാം, 740 800 1000 1300. ഏറ്റവും കുറഞ്ഞ കണക്കാണ് ഞാൻ പറയുന്നത്. ഏകദേശം 1300 രൂപ. ഓക്കെ, ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ 2000 നിന്ന് ഈ 1300 കുറച്ചാൽ കമ്പനിക്ക് എന്ത് കിട്ടും? വെറും 700 രൂപ. ഏതെങ്കിലും കമ്പനി നിങ്ങൾക്ക് ഇത്രയും പ്രോഫിറ്റ് തരുമോ? ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്യുക. ഞാൻ ഇത് പറയുന്നത് വേറെ ആർക്കും വേണ്ടിയിട്ടല്ല. ഇപ്പം പുതുതായിട്ട് ഒരുപാട് ജോയിനീസ് വരുന്നുണ്ട്, ഒരുപാട് ആൾക്കാരൊക്കെ ഇത്രയും ഈ ഓഫേഴ്സും കണ്ട് കണ്ണ് മഞ്ഞളിച്ച് ഇതിൽ ചെന്ന് ചാടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഓക്കെ, അപ്പോൾ അവരുടെ അറിവിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്, ഇതിൽ ചെന്ന് ചാടരുത്. വേറൊന്നുമില്ല. ഓക്കെ, നേരത്തെ നിങ്ങൾ ജോയിൻ ചെയ്തിരുന്നതിൽ നിങ്ങൾക്ക് നല്ല ബെനിഫിറ്റ് കിട്ടുമായിരുന്നു. ഓക്കെ, ഇതിൽ ഒരുപാട് പേര് ജോയിൻ ചെയ്ത് നല്ല ബെനിഫിറ്റൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, പക്ഷേ ഇനി ജോയിൻ ചെയ്യുന്നവർക്ക് ക്യാഷ് പോകുന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. ഓക്കെ, കാരണം ഇവർ ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു ഇതെന്ന് പറയുന്നത്, ഇപ്പോൾ ഞാനിതിൽ കുറച്ച് നാൾ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ എനിക്കിതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് അറിയാം. അതായത് ഇവർ ചെയ്തതെന്ന് വെച്ചാൽ ഇവരുടെ ടാർഗറ്റ് ഏകദേശം അച്ചീവായി. ഓക്കെ, അച്ചീവ് ആയതിനു ശേഷമാണ് അവരിങ്ങനത്തെ ഓഫേഴ്സൊക്കെ നിങ്ങൾക്ക് തരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ വിഡ്രോ ചെയ്യാൻ പറ്റില്ല. അത് വേറെ ഒരു സൈഡ്, അത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, കൂടാതെ ഇവർ ഈ കമ്പനി പറയുന്നതെന്ന് വെച്ചാൽ ഇവർക്ക് ഏകദേശം 2 മില്യൺ VIP മെമ്പേഴ്സ് ഉണ്ടെന്നാണ്. 2 മില്യൺ എന്ന് പറയുന്നത് ഏകദേശം 20 ലക്ഷമാണ്. 20 ലക്ഷമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്തിൽ ഒരുപാട് ഇതുണ്ട്. ഇപ്പോൾ ഇതിൽ 5000-ൻ്റെ എടുക്കുന്ന ആൾക്കാരുണ്ട്, 20,000-ൻ്റെ എടുക്കുന്ന ആൾക്കാരുണ്ട്, 65,000-ൻ്റെ എടുക്കുന്ന ആൾക്കാരുണ്ട്, 3 ലക്ഷത്തിന് എടുക്കുന്ന ആൾക്കാരുണ്ട്. നമ്മളതൊന്നും നോക്കണ്ട. 20 ലക്ഷം ഇൻറ്റു വെറും 2000. ഓക്കെ, ഈ 20 ലക്ഷം ആൾക്കാരും 2000 വെച്ച് കയറിയെന്ന് ജസ്റ്റ് ഒന്ന് വിചാരിക്കുക. അപ്പോൾ അവർക്ക് എത്ര രൂപ കിട്ടുമെന്ന് അറിയാമോ? 400 കോടി. 400 കോടിയാണ് അവരുടെ പ്രോഫിറ്റ്. അവർക്ക് കിട്ടുന്ന 400 കോടി. അപ്പോൾ ഇത് മാത്രമല്ല, ഒരുപാട് അല്ലാതെ ആൾക്കാരൊക്കെ കിട്ടുന്നുണ്ട്, തിരിച്ച് ക്യാഷ് തരുന്നുണ്ട്. പക്ഷെ അതിനനുസരിച്ച് നിങ്ങൾ ആൾക്കാരെ ജോയിൻ ചെയ്യിപ്പിക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒരു 2000-ൻ്റെ കണക്കാണ് നിങ്ങളോട് പറഞ്ഞത്. ഓക്കെ, ഇതൊരു 5000 വെച്ച് കൂട്ടിയാൽ ഇതിൻ്റെ ഇരട്ടിയാവും. ഓക്കെ, 800-ഉം ഏകദേശം 1000 കോടി ഘടിപ്പിച്ചാൽ. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒരു 2000 ഒരു ബേസിക് എമൗണ്ട് വെച്ചാണ് ഞാനിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തത്. അവർ പറഞ്ഞത് 2 മില്യൺ VIP മെമ്പേഴ്സ് അവർക്കുണ്ട്. അതായത് 20 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് അവർക്കിതിലുണ്ട് എന്നാണ് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്ക്, എത്ര കോടി രൂപയാണ് അവർ ഓൾറെഡി ഇപ്പം ഉണ്ടാക്കിയതെന്ന്. ജസ്റ്റ് നിങ്ങൾ തിങ്ക് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്, ഇതിനകത്തോട്ടൊക്കെ വരാനായിട്ടൊക്കെ. ഇതിൽ വരുന്ന വലിയ തെറ്റായിട്ട് ഞാൻ പറയുന്നില്ല, കാരണം ഒരുപാട് ഏണിങ്സ് ആപ്പ് ഇന്നും അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ വേറെ ഏണിങ്സ് ആപ്പ് നിങ്ങൾ കണ്ടുപിടിച്ച് അങ്ങോട്ട് പോകാം. ഓക്കെ, ഇതൊരു പൊട്ടുന്ന സ്റ്റേജ് നിൽക്കുന്നതുകൊണ്ട് പറയുവാണ്. ഒരുപാട് പേര് എനിക്ക് കാരണം വിഷമമുണ്ട്. ആൾക്കാരൊക്കെ പറയും ഓക്കെ ക്യാഷ് ഇല്ല എന്ന് വെച്ചാൽ വന്നിട്ട് പറയും എനിക്കിതിൽ ജോയിൻ ചെയ്യണമെന്ന് താല്പര്യമുണ്ട്, പക്ഷേ ക്യാഷ് ഇല്ല, ഇനി ജോയിൻ ചെയ്യണം താല്പര്യമുണ്ട്, ക്യാഷ് ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. ഓക്കെ, പക്ഷേ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ നല്ലൊരു ഇത് നോക്കി കയറുക. ഓക്കെ, കയറിയിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ ഒരു എൻഡ് സ്റ്റേജ് ആകുമ്പോൾ നിങ്ങൾ ഇറങ്ങുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പ്രോഫിറ്റും കിട്ടും, അത്യാവശ്യം നല്ലൊരിതും ആവും. ഓക്കെ, അപ്പോൾ അങ്ങനെ തിരിച്ചൊന്നും ചാടാതിരിക്കുക. ഓക്കെ, പിന്നെ ഇങ്ങനത്തെ ഈ സംഭവങ്ങൾ ചാരിറ്റി ഇത് കണ്ടോ, നമ്മളെ കേരളത്തിലൊക്കെ ഇതിൻ്റെ ഇതൊക്കെ ഉണ്ട്, കേരള ഫിലിം അഡ്വർടൈസിങ് ഏജൻസി. ഓക്കെ, അപ്പോൾ ഒരുപാട് ഇതൊക്കെ നിങ്ങളിങ്ങനെ കാണും, ചാരിറ്റി നടത്തുന്നുണ്ടല്ലോ, ഓഫീസ് തുറക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഇതൊക്കെ എന്താണ്, ജസ്റ്റ് നിങ്ങൾക്ക് ഇതിൽ ആരാണ് ഇതിൻ്റെ ഫൗണ്ടർ എന്ന് നിങ്ങൾക്കറിയാവോ, അല്ലെങ്കിൽ ഇതിൻ്റെ ഫൗണ്ടേഴ്സ് ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ വന്നതായിട്ട് നിങ്ങൾക്കറിയാവോ? ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കാം.
ഓക്കെ, ജസ്റ്റ് ചിന്തിച്ചാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പറയാനാണ് ഞാനിപ്പോൾ ഈ ഒരു ഇതിലോട്ട് വന്നത്. ഒരുപാട് പേർക്ക് കുറേ ഡൗട്ട്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതൊന്നും ജസ്റ്റ് ക്ലാരിഫൈ ചെയ്യാനായിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്, ഈ ഒരു വീഡിയോ ഇട്ടത്. ഓക്കെ, അപ്പോൾ ഇതൊന്നും കണ്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, കയറരുത്. ഓക്കെ, അതായത് ഇങ്ങനത്തെ ഓഫീസൊക്കെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് കയറരുത്. കാരണം ഓഫീസ് ഇപ്പോൾ എന്താണ്, എല്ലാത്തിനും ഉണ്ട്. ഓക്കെ, നമുക്ക് ഇവിടെ കേരളത്തിൽ തന്നെ നമുക്ക് ഒരു എക്സാമ്പിളായിട്ട് എടുക്കുവാണെങ്കിൽ ഈ ഒരു കമ്പനി ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക, ഞാൻ പറയുന്നില്ല. ഓക്കെ, ഈ ഒരു കമ്പനി തന്നെ നമ്മുടെ കേരളത്തിലൊന്നും ഒരുപാട് പേര് എന്ത് ചെയ്തിട്ട് പോയി, പറ്റിച്ചിട്ട് പോയൊരു കമ്പനിയാണ്. ഓക്കെ, പക്ഷേ എന്ത് ചെയ്യും നമ്മൾ വീണ്ടും, കാരണം നമ്മൾ അങ്ങനെയാണ്. ഓക്കെ, എന്ന് ഞാൻ തെറ്റ് പറയുന്നില്ല. പക്ഷേ ഇങ്ങനത്തെ കാര്യങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു എന്താണ് സ്റ്റാറ്റിക്സ് മനസ്സിലാക്കിയിട്ട് വേണം പോകാൻ, സ്ട്രാറ്റജി മനസ്സിലാക്കിയിട്ട്. ഓക്കെ, അതിൻ്റെ കണക്കും അതിൻ്റെ അവരുടെ സ്ട്രാറ്റജി മനസ്സിലാക്കിയിട്ട് വേണം അങ്ങോട്ട് ചെന്ന് പോകാനായിട്ട്. ഓക്കെ, അല്ലാതെ ഇതുപോലത്തെ കാര്യങ്ങൾ കണ്ടിട്ട് ഒരിക്കലും ചെന്ന് ചാടാതിരിക്കുക. ഒരു പക്ഷേ എന്നല്ല, ഉറപ്പായിട്ടും ക്യാഷ് പോവും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ വേറെ ഏണിങ്സ് ആപ്പിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മൾ നമ്മുടെ ചാനലിൽ ഷെയർ ചെയ്യുന്നുണ്ട്. ഒരിക്കലും നമ്മൾ ലോസ് വരുന്ന ഒന്നും നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്യില്ല. ഓക്കെ, അഥവാ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ലിങ്കും ആർക്കും ഷെയർ ചെയ്യുകയില്ല. ഓക്കെ, അപ്പോൾ ഈ നമ്മുടെ യൂട്യൂബ് വഴി കുറച്ച് പേര് എന്നെ കോൺടാക്ട് ചെയ്തിട്ട് ഇതുപോലെ ഹറയുടെ ലിങ്കൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓൾറെഡി എന്ത് ചെയ്തു, ഞാൻ പറഞ്ഞു അത് ഏകദേശം ക്ലോസിങ് സ്റ്റേജാണ്. ഇപ്പോൾ അവർക്ക് കൊടുത്താൽ എന്ത് ചെയ്യുന്നറിയാവോ, അവരവസാനം നമ്മൾ ട്രസ്റ്റ് പോകും. ഓക്കെ, ട്രസ്റ്റ് നമുക്ക് ലോസ് ആവും. അതുകൊണ്ട് തന്നെ ഞാൻ അവർക്ക് ഹറയുടെ ലിങ്കൊന്നും ഞാൻ ഷെയർ ചെയ്തില്ല, ഞാൻ കാര്യം പറഞ്ഞു കൊടുത്തു. ഓക്കെ, അപ്പോൾ പുതിയ ആപ്ലിക്കേഷൻസൊക്കെ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ കണ്ടുപിടിക്കുക. ഓക്കെ, നമ്മൾ നമ്മുടെ ചാനൽ വഴിയൊക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. അതുപോലെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, കൂടുതൽ അപ്ഡേറ്റ്സും കാര്യങ്ങളും അതിൽ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ മടിക്കണ്ട, കോൺടാക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് ആപ്സ് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ വീഡിയോസ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഇതുപോലത്തെ നല്ല ആപ്ലിക്കേഷൻ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമ്മൾ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ കിട്ടുവാണെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ അന്വേഷിച്ച് വീഡിയോസൊക്കെ നമ്മൾ നമ്മുടെ ചാനലിൽ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, നമ്മുടെ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യുക. നമ്മുടെ ഒരു ഫോം ഉണ്ട്, അത് ഫില്ല് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ലിങ്ക് വേണം എന്നുള്ളവർ ആ ഫോം ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്യുക. ആ ലിങ്ക് നിങ്ങൾക്ക് പേഴ്സണലായിട്ട് അയച്ചു തരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇതിലൂടെ പറയാൻ വേണ്ടി ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി ഈ ഒരു വീഡിയോ ഇവിടെ എൻഡ് ആവുകയാണ്. ഓക്കെ.